അതിന്റെ സയൻസ് രൂപത്തിൽ ഞാൻ പറയുന്നത്, ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാനസിക രോഗമുണ്ട്. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ പിരാന്തന്മാരുടെ രോഗം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ കേൾക്കുന്ന നിങ്ങൾക്കോ ഈ അറിയുന്ന നമ്മൾക്കോ ആർക്കും വരാവുന്നതാണ്. അത് ഉണ്ടോ എന്നറിയാൻ 5 പോയിന്റുകൾ നമ്മൾ നോക്കിയാൽ മതി. എനിക്കുണ്ടോയെന്ന് ഞാൻ നോക്കാം, നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നോക്കാം. 1, രാവിലെ എണീറ്റ് ഉടനെ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ തകരാറുണ്ട് എന്നർത്ഥം. എണീച്ച ഉടനെ ആദ്യം ചെയ്യുന്ന പരിപാടി ഇത് പറഞ്ഞതിന് മുമ്പ് നമ്മൾ കണ്ട് എണീറ്റ ഉടനെ ഫോണിൽ വാട്സാപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ, ഫേസ്ബുക്കിൽ മെസ്സേജ് ഉണ്ടോ, ഇതുണ്ടോ, ഇയാൾക്ക് ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ ഉണ്ട് എന്നുള്ളതാണ് 1. രണ്ടാമത്, ഒരു ദിവസം ഇന്റർനെറ്റ് ആക്സസ് നമുക്ക് പോയി, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ പൈസ റീചാർജ് ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടോ, നെറ്റ് ഇല്ലെങ്കിൽ വലിയൊരു ഇടങ്ങാറി നമുക്ക്. പഠിച്ചോനെ എന്താ പായ്ക്ക, ലൈക്ക് അടിച്ചോല് ഷെയർ ചെയ്തിട്ടുണ്ടാവോ, ഷെയർ ചെയ്തോല് ഇനി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, ഈ ബേജാറ് വരുന്നുണ്ടെങ്കിൽ അതും ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറാണ്. മൂന്നാമത്, നമ്മുടെ ബാറ്ററി, ഫോണിന്റെയോ ലാപ്ടോപ്പിന്റെയോ ബാറ്ററി വീക്ക് ആകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത. എന്താ, ഇനിയിപ്പോ കുറച്ച് നേരത്തിന് നമുക്ക് മെസ്സേജ് കിട്ടൂലല്ലോ, നമുക്ക് ഓൺലൈൻ കിട്ടൂലല്ലോ എന്നുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ. പിന്നീട് നമ്മുടെ ഒരാള് 1 മണിക്കൂറിൽ 2 തവണയിലേറെ അവനവന്റെ ഫോണിൽ മെസ്സേജ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ഇതിനോടൊരു അഡിക്ഷൻ ഉണ്ടെന്നാണ്. വെറുതെ ഇങ്ങനെ നോക്കുക, ഏതെങ്കിലും മെസ്സേജ് വന്നിക്കണം, ആരെങ്കിലും പറയുകയാണ് ഞാനിപ്പോൾ എനിക്ക് മെസ്സേജിൽ ഇങ്ങനെ സാധനം അയച്ചു തരാം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒന്ന് നോക്കുക, എന്നിട്ടുള്ള മെസ്സേജ് മുൻപ് നോക്കുക, ഈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 5ാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്, ഏതെങ്കിലും ഒരു കമന്റോ ഫോട്ടോ കണ്ട ഉടൻ കയറി പ്രതികരിക്കുക. ഇതും ഈ ഒരു ഡിസോർഡറിന്റെ ഭാഗമാണ്. ഒരു ഫോട്ടോ കൊണ്ട് കണ്ടു, അപ്പൊ നമുക്ക് തോന്നിയ സാധനങ്ങൾ മുഴുവൻ, നിങ്ങൾ ഇന്നിന്റെ ആൾ ചെല്ലല്ലേ, അയാൾ ഇന്നിന്റെ ആളല്ലേ, അയാൾ മറ്റേത് പണ്ട് അയാൾ ഇങ്ങനെ ചെയ്ത ആളല്ലേ, അതിന്റെ ആളല്ലേ, ഇതിന്റെ ആളല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അയാൾക്കും ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. എന്തെങ്കിലും കേട്ട ഉടനെ തന്നെ മുജാഹിദ് കേട്ട് കഴിഞ്ഞാൽ മുജാഹിദിനെ പറ്റിയുള്ള എല്ലാ തെറികളിലും വരിക. ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള മൊത്തത്തിൽ. അപ്പൊ ഇത് പ്രത്യേകിച്ച് പ്രവാസികളായ ആൾക്കാർക്ക്, ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ അസുഖം വളരെ കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ചെയ്യുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി നമുക്ക് ശമ്പളം തരുന്നത് ആ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പല ആൾക്കാരും ചെയ്യുന്നത് ആ ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ ഇന്റർനെറ്റിലും മറ്റിലും അവരുടേതായ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവർ അവകാശപ്പെടുന്നത് ദഅവത്താണെന്നൊക്കെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, 7 മണിക്കൂർ 6 മണിക്കൂറിനാണ് എനിക്ക് ശമ്പളം തരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യണം. അപ്പൊ അത് നമ്മൾ പടച്ചവനോട് സമാധാനപ്പെട്ട. പല ആൾക്കാരും ഓൺലൈൻ ഓണാക്കി വെച്ചിട്ട് അയാൾക്ക് അപ്പൊ അതിന് മറുപടി, എനിക്ക് കുറച്ച് പണിയുള്ളൂ, ബാക്കി സമയം ഇതിന് ചെലവാക്കുകയാണെന്ന്. അതിനെന്ത് ചെയ്യണം? നമ്മൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സമയത്ത്, ഒഴിവുണ്ടാവുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ കയറിയിട്ട് ലൈക്ക് അടിക്കലും ഷെയർ ചെയ്യലും കമന്റ് അടിക്കലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ 200-300 ആൾക്കാർ പ്രതികരണമാണ്. നിങ്ങൾ മലയാളികളുടെ ഇത് വായിച്ചില്ലേ, ഒരു ടെന്നീസ് കളിക്കാരി സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ തെറിയോട് തെറി. നോബൽ സമ്മാനം നേടി, ഇപ്രാവശ്യം നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനായ വ്യക്തിത്വത്തെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആർക്കൊരു പ്രശ്നമില്ല. ന്യൂയോർക്ക് ടൈംസിൽ ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ട് ഒരു പശുവിന്റെ വെച്ചുകൊണ്ട് വരുന്ന ഒരു കാർട്ടൂണിന് അവര് ആ കാർട്ടൂൺ മാപ്പ് പറയുന്നത് മംഗ്ലീഷിലുള്ള തെറി സഹിക്കാൻ വയ്യാതായിട്ടാണ് പോലും. അപ്പൊ മലയാളികൾക്കാണ് ഈ അസുഖം കൂടുതലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇതിന്റെ മതപരമായ ഒരു ഭാഗം കൂടി നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ സമയം പടച്ചവൻ ചോദിക്കും, നീ എന്തിനാ ചെലവാക്കിയത്? അപ്പൊ നമ്മൾ പറയാ, ഇന്ന് ഒരാഴ്ച, ഒരു ദിവസം, ഒരു ഹോളിഡേ, നമുക്ക് പണിയൊന്നും വലിയ ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസം നമ്മൾ ഓൺലൈനായി 3 മണിക്കൂറോ 4 മണിക്കൂറോ ഇരുന്നാൽ പടച്ചവൻ ചോദിക്കും, നീ എന്തെല്ലാം കണ്ടു, നീ എന്തെല്ലാം കേട്ടു, അതുകൊണ്ട് എന്ത് ഉപകാരമാണ് നിനക്കുണ്ടായത്, നിന്റെ കുടുംബത്തിനോ സമൂഹത്തിനോ ഉണ്ടായത് ചോദിക്കൂലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ വിഷയത്തിലും ചെയ്യേണ്ടത്.
അതിന് ഏറ്റവും നല്ല മാർഗം സംഘം ചേരുക, സംഘടനയിൽ ചേരുക എന്നതാണ്. നമ്മളൊരു ഗ്രൂപ്പായി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടുന്നില്ല. എന്താ, MSMന്റെ പരിപാടി, ബാലവേദിന്റെ പരിപാടി, ക്യാമ്പസ് വിങ്ങിന്റെ പരിപാടി, ഇങ്ങനെ പരിപാടികൾ ഉണ്ടായി നിരന്തരം. ഇപ്പൊ ഇന്നിപ്പോ ഒരു അവധി ദിവസമാണ്. നിങ്ങളിവിടെ MSMന്റെയും MGMന്റെയും പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ വന്ന ആൾക്കാർ ഇല്ലെങ്കിൽ വീട്ടിൽ എന്താ ചെയ്യുക, കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടറും ഇരിക്കും, TV ഉണ്ടെങ്കിൽ TV യിലിരിക്കും, ഇങ്ങനെയല്ല സമയം കഴിയുക. ഇതാണ് നമ്മൾ പറയുന്നത്, ഇത്തരം സംഘത്തിലും സംഘടനകളിലും നമ്മൾ ചേരുക എന്നുള്ളത്. മൂന്നാമതായി അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന് പറയുന്നത് വളരെ, നിങ്ങൾ അറിയില്ലേ, ഇസ്രായേലിയർക്കൊക്കെ വന്ന എല്ലാവിധ പീഡനങ്ങൾക്കും കാരണമായിക്കൊണ്ട് പറയുന്നത്, നമ്മുടെ സുഹൃത്തിന്റെ ഫോണിൽ ഒരു ചീത്ത കാര്യം കണ്ടാൽ ഓനോട് പറയാ, മോനെ ഇത് കണ്ടാൽ പടച്ചോൻ നിന്നോട് ചോദിക്കും. നമ്മളാണ്ട് പറഞ്ഞാൽ മതി. അത് നമ്മൾ കുറെ വട്ടം പറഞ്ഞു. അപ്പൊ ഓൻ പറയും, വേണ്ടടാ വിട്ടാളെ. ഒന്നുകിൽ അവൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒഴിവായി പോകും. ഓന്റെ അടുത്ത് പോയ എപ്പോഴും ഇതേ പറയുള്ളൂ, ഒഴിവായി, നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവൻ നമ്മുടെ മാർഗത്തിലേക്ക് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എന്തുണ്ടാക്കുക. പിന്നെ പരമാവധി നമുക്ക് ചെയ്യാവുന്നത്, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ